ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അശ്വിൻ ബ്ലോഗ്സ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ബസ്സിൽ കയറണ കണ്ടില്ലേ. ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇതെല്ലാം കാസർഗോഡ് വണ്ടിയാണ്. തോഷിലേക്ക് വണ്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയണ് ബസ് പോവില്ല, ടാക്സിയെ പോകുള്ളൂ. അപ്പോൾ ടാക്സിയുടെ വില നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും 1000 രൂപ. അങ്ങോട്ട് ട്രാവലിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 2000 രൂപ കളയാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാനോർത്ത് നടന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തണുക്കണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് മണികരണിൽ സ്റ്റേ എടുക്കാമെന്ന് ഓർത്ത്. ഇത് രസമുള്ള സ്ഥലമെന്ന് അറിയും. നൈസ്. ഇവിടെ നിന്ന് 4 മണിക്കൂർ 17 കിലോമീറ്റർ തോഷ് വരെ നടന്നങ്ങോട്ട് പോലെന്ന് ഓർത്ത്. ഇപ്പോഴാണ് എണീറ്റത്. ഇനി വയ്യ താഴെ ഇറങ്ങി ഫുഡും കഴിച്ച് ഒട്ടടക്കും. കാണിച്ചു കേട്ടോ. നമുക്ക് പോകാനുള്ളത് ആ വഴിയാണ്. ഈ വഴി കയറി ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങനെ നമ്മൾ പോകും. ആ മലയൊക്കെ കഴിഞ്ഞ് പോകും. പിന്നെ അവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. അതാണൊരു പ്രശ്നം. തോഷ എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ പോയിട്ടുണ്ട്. ആ ടൈമിലും റേഞ്ച് കുറവായിരുന്നു. ഏത് സിമ്മ ഉപയോഗിക്കണേ, അന്ന് ഏതോ ഉപയോഗിച്ചതെന്നറിയാൻ പോലെ. ജിയോ ആണോ എയർടെലാണോ നോക്കണം പോയിട്ട്. എനിക്ക് ഈ ഒറ്റക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ നേരത്ത് നല്ല രീതിക്ക് സമാധാനം കിട്ടും. അപ്പോൾ ഇത് അതിങ്ങനെ ഞാൻ പറയണ്ട. നിങ്ങൾ ഒറ്റക്ക് വന്ന് നിന്ന് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ബെറ്ററാണ്. ഒരു ദിവസം ജീവിതത്തിൽ ഒറ്റക്ക് നിന്നിട്ട് ഒന്ന് ട്രാവൽ ചെയ്ത് പോകും. എന്താ രസം. എന്താ രസം. മഴക്കാലത്ത് നമ്മൾ ഈ കാണുന്ന സ്ഥലമായിരിക്കില്ല ഇത്. ഇത് മൊത്തം ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ വന്ന് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. മഴക്കാലത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ ഇവരിവിടെ നിന്ന് പോകും, താഴെ പോവും, ബുന്ദർ പോയി താമസിക്കുന്നു പറഞ്ഞു. അതാണ് എൻ്റെ റൂം. ഇവിടെയാണ് ഞാൻ ഒരു ദിവസം നിന്നത്. ഓക്കെ. എപ്പോഴും ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന നേരത്ത് നോക്കണം നമ്മുടെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാകും. പോയി കഴിഞ്ഞാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. കണ്ട, മറന്നു പോകും. എല്ലാവർക്കും ഒരു പാടമാണ് കേട്ടല്ലേ. ആയിരുന്നു ഞാൻ ഇന്നലെ താമസിച്ച സ്റ്റേ. ഓറഞ്ച് ഗൈസ്, ഓറഞ്ചാന്ന് അതന്നെ, ഓറഞ്ച് തന്നെ, ഓറഞ്ച്. യോ, അതെന്ന സ്ഥലം എങ്ങനെയുണ്ട്, എന്താ രസമെന്ന് പറയും. കുറച്ച് ദിവസങ്ങളാണ് എന്താണെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കണം. ഇടയ്ക്കൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ വന്നു. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒന്ന് ബ്രേക്ക് എടുത്ത് ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് വന്ന് ഒറ്റയ്ക്ക് വരാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യണില്ല. നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അത് ഒരു
ബെസ്റ്റ് ഫീലിംഗ്. ഒന്നുമല്ല ഒരു, കാരണം ഈ കംഫർട്ട് സോണിലുള്ളവരോട് ഞാൻ പറയണമെന്നില്ല, അവരെ കംഫർട്ട് സോണിൽ പിടിച്ചിരുന്നാൽ മതി. അല്ലാതെ കംഫർട്ട് സോണൊന്നുമില്ല അങ്ങനത്തെ ഇതാണെങ്കിൽ എന്തുകൊണ്ടോ ഒറ്റക്കൊരു സോളോ പോരും. തണുത്തിട്ട് എനിക്ക് എൻ്റെ നാക്ക് വരെ പറഞ്ഞു. ലൈഫിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കണ്ട സൂര്യൻ എന്തെന്നില്ലാത്ത ഭംഗി. പിന്നെ ഈ വെള്ളച്ചാട്ടം 24/7 ഇത് മാത്രമേ നമുക്ക് കേട്ടോണ്ടിരിക്കുള്ളൂ. മഴ പെയ്യൂലേ, വാഷ്റൂമിലൊക്കെ പോകാൻ നേരത്ത് മഴ പെയ്യണ പോലത്തെ ഒരു ഫീൽ നമുക്ക് തോന്നും. നല്ല രസമാണ് ഇതിങ്ങനെ കേട്ട് കിടന്ന് ഉറങ്ങാം. അപ്പം അങ്ങനെ മണികർണയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി ആ കാണുന്ന റോഡ് വഴി നമ്മൾ നടന്നു. ആ കാണുന്ന റോഡ് വഴി നടന്നു. ഇത് കണ്ട ഗ്ലൗസ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഊരി പിടിച്ചിറക്കണേ. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മണികർണയിൽ നിന്ന് തോഷ് വരെ പോകണതാണ്. നടന്ന് തന്നെ വന്നത് 4 മണിക്കൂർ ഗൈസ്. നിങ്ങൾക്കൊരു 4 മണിക്കൂർ കൊണ്ടേ കളഞ്ഞാലെന്താ, നിങ്ങൾ ജീവിതത്തിൽ കാണാത്തവരെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ ബസ്സൊക്കെ ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് ഒരു വണ്ടിയുടെ സൗണ്ടും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വല്ല കാറ് പോയാൽ പോയി സമാധാനമായിട്ട് നടക്കാം. ഇവിടുത്തെ വ്യൂ നോക്ക്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, ഇതൊക്കെയല്ലേ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്? കുറേ നല്ല കാഴ്ചകൾ. എൻ്റെ അഭിപ്രായത്തിൽ ഗൈസ് നമുക്ക് ഇതാണ് വേണ്ടത്, കുറേ നല്ല കാഴ്ചകൾ, ഒരു ശല്യപ്പെടുത്തലും ഇല്ലാതെ സമാധാനത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടി പോയാൽ പോയി. നമ്മുടെ നാട്ടിൽ ഇതേപോലെയൊക്കെ കാട്ടുപോത്തെന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. ഇത് കാട്ടുപോത്തൊന്നുമല്ല, നാട്ടുപോത്ത. കുത്തല്ലട കുഞ്ഞേ, ജീവിച്ച് പൊക്കോട്ടറ. എന്താ എൻ്റെ നോട്ടം ശരിയല്ല, ആ പശുവിൻ്റെ നോട്ടം ശരിയല്ല. ഡാം. ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടോ? അതൊന്നൊന്നര കാഴ്ച ഉണ്ടത്. ഇരിക്കുന്ന കല്ല് അവിടെ നിന്നതാകാം, ആയിരിക്കാം, ആവാതെ ഇരിക്കാം. ഫ്രഷ് വാട്ടർ വെറുതെ പറഞ്ഞേ, ആരെങ്കിലും അത് വന്നെടുത്ത് കുടിക്കാൻ നിൽക്കണ്ട. എന്താണേലും ബർത്ത്ഡേ കളറായി. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ എൻജോയ് ചെയ്തിട്ടില്ല ഗൈസ്. ഐ എം സോ ഹാപ്പി ഗൈസ്. ഞാൻ നടന്നൊരു സ്ഥലം വരെ വന്നു കഴിഞ്ഞപ്പോഴേ ഉരുൾപൊട്ടലാണ്, അങ്ങോട്ട് പോകല്ലേ എന്നും പറഞ്ഞ് വണ്ടികളൊക്കെ പിടിച്ചിട്ടാണ് ഈ കാണുന്ന കല്ലൊക്കെ ഇപ്പോൾ വന്ന് വീണത്. പൊടിയാണ് ഈ പോണത്.
അവസാനം പൊക്കോന്ന് പറഞ്ഞ്. എനിക്കറിയാൻ പാടില്ല, ഞാനാണ് ആദ്യത്തെ ആള് നടന്നു പോണത്. ഇവിടെ നിന്നാണ് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണത്. പൊക്കോന്ന് പറഞ്ഞ് സീനില്ല എന്ന് പറഞ്ഞ്. അറിയില്ല, അത് ഈ കാണുന്ന സാധനമൊക്കെ ഇപ്പോന്ന് വേണം. ഇത് ഈ കല്ലൊക്കെ പോന്ന് വേണം. എല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കണേ. എല്ലാവരും കൂടി പറഞ്ഞു വിട്ടിട്ട് അവിടെ ഇരിക്കണ വണ്ടിയും ഇവിടെ ഇരിക്കണ വണ്ടിക്കാരും എന്നെ തന്നെ നോക്കിയിരിക്കണേ. ഒരു സീനിൻ്റെ ഇതത്തെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി. നല്ല തണുത്ത കാറ്റ്, എന്താ സുഖം. നമ്മളിങ്ങനെ നടന്നു തന്നെ ഒഴുകി നമുക്ക് ഇതേപോലെ കുറേ കമ്പനിക്കാരെ കിട്ടും. ചിലവർ നമ്മുടെ ഒപ്പം നടന്നു വരും. അതിന് കൂടെ ഒരു ടെറിട്ടറി ഉണ്ടല്ലോ, ആ ടെറിട്ടറി വരെ നമ്മുടെ ഒപ്പം നടന്നു വരും. ഇതിപ്പോൾ ഇവിടെ എനിക്ക് കൂട്ടാം. ബായ്. ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഇങ്ങനെ വരും. അമ്മമാർക്കൊരു ടെറിട്ടറി ഉണ്ട്. അമ്മമാരെ ടെറിട്ടറി വരെ നമ്മുടെ ഒപ്പം ഇങ്ങനെ അങ്ങനെ ഉണ്ടോ മക്കളെ? വാ. അപ്പനമ്മയും മുമ്പിൽ, മക്കള് പുറകിൽ. ബാബാ കമ ചലോ. കുറേ പേര് മക്കളെ. വേറൊരുത്തൻ എന്തിനാ? ഇത് 3 പേരുണ്ടായില്ലേ? ഒരു പ്രൊട്ടക്ഷൻ വന്ന പോലത്തെ സീനാണ്. ഞാൻ നിൽക്കുന്നിടത്ത് നിങ്ങൾ നിൽക്കും. വണ്ടി ഇടിച്ച് പട്ടിക്കുഞ്ഞിനെ, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അത് ഓടി. എൻ്റെ കിളി, ഞാൻ പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് ഇടിച്ചിട്ട് പട്ടി അവിടം വരെ തെറിച്ചു പോയി. എന്നിട്ടത് ഓടി. ആ പോണ കാറ് ഇടിച്ച്. ഒന്നും പറ്റിയില്ല, ഭാഗ്യം. പക്ഷെ പാവട്ടാ, മക്കളാണ് കൂടെ ഉണ്ടായത്. പക്ഷെ പാവട്ടാ, എൻ്റെ ഒപ്പം നടന്നുവെച്ച്, എൻ്റെ കാലിനൊപ്പം ഇങ്ങനെ നടന്നുവെച്ച് പെട്ടെന്നത് റോഡ് ചാടിപ്പോയതാ.
ഞാനിപ്പോഴേ ഭൂമി ഉലുങ്ങുന്നിടത്തൊരു സൗണ്ട് കേട്ട്. ആദ്യം പടക്കം പൊട്ടനായിരിക്കും എന്ന് ഓർത്തത്. പിന്നെയാണ് മനസ്സിലായത് ഉരുൾപൊട്ടിയതിൻ്റെ സൗണ്ടാണ്. അത് എവിടെ നിന്നാന്ന് ഒരു ഭാഗത്തു നിന്നാണ് സൗണ്ട് കേട്ടത്. അറിയാൻ പാടില്ല. നോക്കി കണ്ടും നടന്നില്ലെങ്കിൽ താഴെ പോകും. പിന്നെ ഇവിടെ വന്നവർ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നല്ല ഷൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴും, ഉറപ്പാണ്. ഒരു ഇടിവെട്ടിൻ്റെ സൗണ്ടാണ് കേട്ടത്. നമ്മുടെ വീട്ടിൽ കറക്റ്റ് മഴക്കാലത്ത് കേൾക്കണ ഇടിവെട്ടില്ലേ, അതിൻ്റെ സൗണ്ടാണ് കേട്ടാ. പക്ഷെ അതിങ്ങനെ പയ്യെ പയ്യെ ഒരു തീരാൻ നേരത്തൊരു പ്രത്യേകത ഉണ്ട്. പെട്ടെന്ന് ഞാൻ ഓർത്തു നല്ല കുലുക്കുമായിരുന്നു ഞാൻ നിന്ന് വെച്ചെടുത്ത്. മഴ പെയ്യാനുള്ള ക്ലൈമറ്റും അല്ല, ഉരുൾപൊട്ടി തന്നെയാണ്. അപ്പം വഴി ബ്ലോക്കായേ.